ഹലോ. സോ നമ്മൾ ഇന്ന് വീണ്ടും മെഹന്തിയിലാണ്. എൻ്റെ ലാസ്റ്റ് ടൈം എൻഗേജ്മെന്റ് സമയത്തൊന്നും ഞാൻ മെഹന്തി വ്ളോഗ് ആയിട്ടുണ്ട്. അന്നും എൻ്റെ മൂക്ക് കടന്നിരിക്കരുത്. ഇന്നും പനിയൊക്കെ മാറി വരുന്നു, ബട്ട് സ്റ്റിൽ ഒരു കഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ മെനഞ്ചിലും ഇടയ്ക്ക് പോയി ചുമച്ചിട്ട് വരും. ഇതാണ് ഇപ്പോൾ നടന്ന റൂട്ടീൻ. ഇന്ന് എനിക്ക് മെഹന്തി ഇടുന്നത് ഇഷ്ക് മെഹന്തി ആർട്ടാണ്. നൗഫീൻ നസൂഹ അല്ലെ, നസൂഹ എന്ന പേര് മാത്രം ഞാൻ പഠിച്ചിട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരാണ് ഇഷ്ക് മെഹന്തി ആർട്ടിന്റെ പ്രൊപ്പറേറ്റർ കം ഓൾ ഇൻ ഓൾ ഓഫ് ദി ഇന്ത്യ ആയിട്ട് നിൽക്കുന്ന രണ്ടുപേര്. കുറെ പേരുണ്ട്. ഇവർ പുറത്ത് എനിക്ക് എൻ്റെ കസിൻസിനൊക്കെ മൈലഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് രണ്ട് അടിപൊളി നല്ല കുട്ടികളൊക്കെ മൈലഞ്ചിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും ഒരേ സമയത്ത് എൻ്റെ കയ്യിലിട്ടുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, അപ്പൊ എനിക്ക് ഒരുപാട് നേരം ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നുള്ളത്. രണ്ടുപേരും ഒരു കാര്യം ചെയ്തു, ഒരുമിച്ച് കൈയും കാലിലൊക്കെ ഇട്ട് വേഗം എന്നെ ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന മൈലഞ്ചി ഇത് കുറച്ച് കഴിയുമ്പോൾ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറെ നേരത്തെ ഈ ക്യാമറ പിടിച്ചാൽ നീ ബോറടിക്കും. ഇടയ്ക്കിടയ്ക്ക് നീ റെസ്റ്റ് എടുത്തിട്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മളിത് ഫുൾ കംപ്ലീറ്റ് ചെയ്യും അല്ലേ? നൗഫ് എനിക്ക് തോന്നുന്നു കുറേ നാൾ മുന്നേ നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വെഡിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യും. കാരണം ഈ മെഹന്തി ചെയ്യാൻ ഒരുപാട് പേര് ആ സമയത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നൗഫ് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് അത് കണക്ട് ചെയ്ത് ഉമ്മക്ക് ഇത് ചെയ്ത് നല്ല മെഹന്തി ആയിരുന്നു കേട്ടോ. അത് ലൈക് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് മെഹന്തിയുടെ തന്നെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ. ആഫ്റ്റർ കെയർ ഉണ്ട്, പിന്നെ ആഫ്റ്റർ കെയർ ഓയിൽ ഉണ്ട്, അതുപോലെ സെലൻ സ്പ്രേ. നമ്മൾ ഇട്ടിട്ടത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ യൂസ് ചെയ്യുന്ന സ്പ്രേ ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം ഇതെല്ലാം നിങ്ങൾ തന്നെ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സെയിൽ. കാരണം ചിലർ ഈ കെമിക്കൽസ് നമ്മൾ അങ്ങനെയാ അതെന്നെ ചോദിച്ചാൽ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഇത് അതിന്റെ ഓൺ പ്രോഡക്ട്സ് ആണ്. നീ എന്ത് ഇല്ല, എനിക്ക് ബാക്കില്ല മറ്റേ കുട്ടികളുടെ അവസ്ഥ. അത്രയും ദിവസത്തെ ഇല്ല, അതാ കൊറേ ദിവസം ഗ്യാപ്പ് ഉണ്ട്. മുന്നേ അടിച്ചങ്ങ് എടുത്ത് വെച്ചാൽ മതി കൊറേ. ഐസ് കടയിൽ പോകുമ്പോ അങ്ങനെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കടയിൽ പോയി വണ്ടിയിലോട്ട് കയറി അച്ചാറുണ്ടായിരുന്നു. വരാ മോളെ ഇരുന്നിട്ട് എന്റെ BMW ഓടിയും മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് ഞാൻ അതിലായിരുന്നു.
പൈസ എല്ലാം പൈസ ഒരു പ്രശ്നമേ പ്രശ്നമേ അല്ല കേട്ടോ ഗൈസ്. റിച്ച് തിങ്സ് ഓഫ് ഗേൾസ് പിങ്ക് സ്ലേഡ് കൂട്ടസ് മയക്കുന്ന നൂറിന് മാരേജ് ടൈമില് എന്ന് പറയും. അപ്പൊ പൂവടി എന്തിനാ പൂസ്ലൈഡൊക്കെ ഇതോ നല്ല രസമുണ്ട്. എടാ കുഞ്ഞുണ്ടോ കുറച്ചൊക്കെ നടക്കണോ? ആരാ എനിക്ക് തന്നെ വിഷമം തോന്നാണോ? നടക്കുന്നത് സിസ്റ്റേഴ്സ് ആണ്. എന്റെ കല്യാണം നൂറിനെ എനിക്ക് മൈനായിട്ട് എനിക്ക് ആരുമില്ല അന്ന് ഈ എന്ന ആർട്ടിസ്റ്റ് എന്റെ 2 കയ്യിലും 100 ഇട്ടാണ്. 25 വർഷത്തിന് മുന്നേ ഞാൻ മൈലാഞ്ചി ഇടാൻ പോകുന്നത്. അതായത് ഇവക്ക് 6 മാസം ഉള്ളപ്പോ 26 വയസ്സായി. 6 മാസം ഉള്ളപ്പോ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ മൈലാഞ്ചി ഇങ്ങനെ ഫോണിനകത്തല്ല എനിക്ക് ഇടുന്ന ഇഷ്ടം. അരച്ച് അത് മിൽമാക്കവറിനകത്താക്കി ഫോണുണ്ടാക്കിയാണ് കൊണ്ടുവരുന്നത്. ഇന്നത് അരച്ചിട്ടെടുത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഈറ്റിലൂടെ ഇങ്ങനെ ആ ഈറ്റ് വെച്ചാണ് ഡിസൈൻ അരച്ചു. പിന്നെ അതങ്ങ് പിന്നെ അതൊക്കെ അതിന്റെ എനിക്ക് മേടിച്ച സാധനം കണ്ടോ? ഒരു ബെഡ്ഷീറ്റ് ഓഫർ കിട്ടിയപ്പോ 2 ഓഫർ ഇല്ല. കാണാമോ? ക്ഷീണുണ്ടോ? മേക്കപ്പ് പിന്നെ ഞാൻ മറ്റേ എക്സാമിലൊക്കെ എഴുതാൻ പോകുന്നിടത്ത് ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. പക്ഷെ ആൾക്ക് എന്തിനാ ടെൻഷൻ? എല്ലാം സെറ്റ് ആണല്ലോ. അതല്ല ടെൻഷൻ. അങ്ങനെയല്ല. ഓക്കെ, നാളെ എല്ലാ ഡ്രസ്സൊക്കെ ആയി, ഫംഗ്ഷൻ ഒക്കെ എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി ട്രിവാൻഡ്രം പോകുന്നു, ഫുൾ രാവിലെ എണീക്കുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നു, റെഡി ആവുന്നു, കല്യാണം കൂടുന്നു, എല്ലാം പ്ലാൻഡ് ആണല്ലോ. അത് കഴിഞ്ഞ് വൈകിട്ടത്തെ റിസപ്ഷനൊക്കെ ഇവിടെ എല്ലാം അറിയാം. പക്ഷെ അന്നാലും മറ്റേ ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ അറിയാതെ എനിക്കൊരു ടെൻഷൻ ഒരു വല്ലതും പെട്ടെന്ന് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ആളുടെ എക്സ്പീരിയൻസ്. എന്നെ കണ്ണുറക്കൂ. ഉറങ്ങാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ റംബൂട്ടാൻ കഴിഞ്ഞ ഞങ്ങൾ തുടർന്ന് പറഞ്ഞതല്ലോ. ഇതിലൂടെ എന്താ ഫുഡ് ഉറങ്ങുന്ന എവിടെ ഉറങ്ങുന്നു? അവിടെ തന്നെ ചരിഞ്ഞു. കല്യാണം പോകുന്ന വീട്ടിൽ എനിക്ക് ചെയ്യാം. എന്റെ കല്യാണം എല്ലാവർക്കും നോർമലി നമ്മളാണല്ലോ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടി ഓടി ഇവരൊക്കെ നടക്കുന്നതൊക്കെ ഇവിടെ ഓടി നടക്കുകയാണല്ലോ. എന്റെ കല്യാണം എല്ലാവരും എന്നെ കാണാൻ വരുന്നു, ഞാൻ എവിടെ നിന്ന് തിരക്കുന്നു. ഫുൾ കോൺസെൻട്രേഷൻ എത്തുന്നോട്ട് പോയി. ലിപ്സ്റ്റിക് ഒന്ന് ഇട്ടു എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട്. ഫൗണ്ടേഷൻ ഇട്ട് കാണിയോടാ. എങ്ങനെയുണ്ടാ? ഓക്കെ അല്ലേ? മുടി ഒരു ഓക്കെ
സോ നമ്മള് ഫുൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. ഒന്ന് എന്റെ കൈ ബാക്കിലും ഫ്രണ്ടിലും കാലിലും നമ്മളിട്ട്, കാല് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് മാത്രല്ല, ഇന്ന് എന്റെ നമ്മൾ കുറെ കസിൻസ് പിള്ളേരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പം നമ്മള് തുടങ്ങിയത് ഓൾമോസ്റ്റ് ഒരു 12 കഴിഞ്ഞു, ഒരു 1 ഒക്കെ ആവാറായി. എനിക്കിപ്പോ ഒരു 4-5 മുന്നേ തന്നെ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞു. എന്റെ ഫുൾ ഹാൻഡ് ഫ്രണ്ടും ബാക്കിലും കാലും എല്ലാം ഇട്ടു. ഒരാളിതാണ്, ഇതാണ് ഒന്ന് നേരം നോക്കിയേ, ഒരു കുട്ടി ഇതാണ്, 2 പേര് അവിടെ ഓൾറെഡി ഇട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിയും. ഇവരൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമുക്കൊന്ന് മെഹന്തി കിട്ടിയത്. താങ്ക് യു സോ മച്ച്. നേരത്തെ കണ്ടതിലും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റീനൊക്കെ വരുമ്പോ എനിക്ക് അറിയുന്നില്ല പ്രോപ്പർ നമുക്ക് ഇതെങ്ങനെയാണെന്ന്. ഡിസൈൻ ഒക്കെ ഇഷ്ടമായി. നമ്മള് കൊറേ റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതുപോലെ അതിലും നന്നായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം എന്റെ കൈ കുറച്ച് ചെറിയ കൈയാണ്, ലൈക് ഫിംഗേഴ്സ് ഭയങ്കര നീണ്ടതാണ്. എല്ലാ ഡിസൈൻസും നമ്മൾ എത്ര നോക്കി വെച്ചാലും അത് മാച്ച് ആവണമെന്നില്ല. കംപ്ലീറ്റ് നമുക്ക് ഇടാനും സ്പേസ് ഭയങ്കര കുറവാണ് കയ്യില്. പക്ഷെ എന്നിട്ട് നല്ല ക്യൂട്ടായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മള് ഓൾറെഡി ചെറിയ സ്റ്റിക്കിംഗ് ടേപ്പ് വെച്ചിട്ടുണ്ട്. കാരണം അത് ഇളകി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യാനില്ല ഞാൻ. അതെ, ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ കെയർ ഓയിൽ യൂസ് ചെയ്യും. അത് കഴിഞ്ഞത് സ്റ്റെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ബാം യൂസ് ചെയ്യും. അതൊക്കെ നമുക്ക് ഇവര് തരുന്നുണ്ട്. ഫുൾ പാക്കേജ് ആയിട്ടാണ് ഇവര് വരുന്നത്. എന്തടാ എന്തൊറ്റി കാല് ശരിയാക്കാം. അപ്പൊ തന്നെ ഇഷ്ട വരത്തില്ല.